സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് കണക്റ്റിംഗ് വേർഡ്സ് ആണ്. നമ്മൾ കുറേയേറെ കണക്റ്റിംഗ് വേർഡ്സ് പഠിച്ചു കഴിഞ്ഞു. നമ്മൾ 2 സെക്ഷൻ ചെയ്ത് കഴിഞ്ഞായിരുന്നു. ഇത് 3ാമത്തെ സെക്ഷനാണ്. അപ്പോൾ ഈ സെക്ഷനിലും ഞാൻ നിങ്ങൾക്ക് കുറേയേറെ കണക്റ്റിംഗ് വേർഡ്സ് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. ആദ്യമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആസ് ഫാർ ആസ് ഡാഷ് ഈസ് കൺസേൺഡ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഈ തന്നിരിക്കുന്ന സെൻറ്റൻസുകൾ ആദ്യം മനസ്സിലാക്കുക, അതിനുശേഷം കാണാതെ പഠിക്കുക. കാരണം ഇത് മിക്കപ്പോഴും ഉപയോഗമുള്ള ഓരോ സെൻറ്റൻസുകളാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ചുമ്മാ കാണാതെ പഠിക്കരുത്, എന്താണെന്ന് മനസ്സിലാകാതെ കാണാതെ പഠിക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ആസ് ഫാർ ആസ് ഡാഷ് ഈസ് കൺസേൺഡ് എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തി അല്ലെങ്കിൽ വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കുമ്പോൾ കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാകുന്നതാണ്. ഇപ്പോൾ ഉദാഹരണം, ആസ് ഫാർ ആസ് ഹീ ഈസ് കൺസേൺഡ് എന്ന് പറഞ്ഞാൽ അവനെപ്പറ്റി പറയുകയാണെങ്കിൽ ദിസ് ഈസ് എ ഗുഡ് ഗിഫ്റ്റ് ഫോർ ഹിം എന്ന് പറഞ്ഞാൽ ഇതൊരു നല്ല ഒരു സമ്മാനമാണ് അവനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ. ഉദാഹരണം, നമ്മൾ ഒരു 10 വയസ്സുള്ള ഒരു പയ്യൻ്റെ ഒരു ബർത്ത്ഡേക്ക് പോവുകയാണ്. അവൻ്റെ സൈക്കിൾ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുകയാണ്. എന്താണ് നമ്മൾ പറഞ്ഞത്? ആസ് ഫാർ ആസ് ഹീ ഈസ് കൺസേൺഡ് ദിസ് ഈസ് എ ഗുഡ് ഗിഫ്റ്റ് ഫോർ ഹിം. അവന്, പക്ഷേ എല്ലാവർക്കും സൈക്കിൾ, ഇപ്പോൾ ഒരു 50 വയസ്സുള്ള ഒരാളുടെ ബർത്ത്ഡേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ സൈക്കിൾ ശരിയാകത്തില്ലായിരിക്കും. അടുത്തതായിട്ടാണ് നമ്മുടെ അഭിപ്രായങ്ങൾ പറയണമെന്നുണ്ടെങ്കിലും ഇതാണ് ഉപയോഗിക്കാവുന്നൊരു നല്ല വാക്കാണ്. ആസ് ഫാർ ആസ് ഐ ആം കൺസേൺഡ്, എന്നെ സംബന്ധിച്ചോളം ഒബാമ വാസ് എ ഗുഡ് ലീഡർ. ഒബാമ ഒരു നല്ല ലീഡറായിരുന്നു. അതല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും പറയാം, ഇൻ മൈ ഒപ്പീനിയൻ, എൻ്റെ അഭിപ്രായത്തിൽ ഒബാമ വാസ് എ ഗുഡ് ലീഡർ എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഇനി ആസ് ഫാർ ആസ് ദ പാർട്ടി ഈസ് കൺസേൺഡ് എന്ന് പറഞ്ഞാൽ പാർട്ടിയെപ്പറ്റി നമ്മൾ സംസാരിച്ചുകൊണ്ട് ഏതൊരു ആഘോഷങ്ങൾ ഒരു പാർട്ടിയെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പാർട്ടിയെപ്പറ്റി സംബന്ധിച്ചിടത്തോളം വി വിൽ ആഡ് അനദർ ചിക്കൻ ഡിഷ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 2 ചിക്കൻ്റെ ഡിഷ് എന്ന് പറഞ്ഞാൽ ഭക്ഷണ പദാർത്ഥത്തിനാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ചിക്കൻ ഡിഷ് എന്ന് പറഞ്ഞാൽ ചിക്കൻ്റെ ഒരു ഐറ്റം നമ്മൾ പറയത്തില്ല, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഒരു ചിക്കൻ്റെ ഒരു ഐറ്റം കൂടെ ആഡ് ചെയ്യാമെന്നാണ് ഇവിടെ പറഞ്ഞത്. ഇനി നമുക്ക് മറ്റൊന്ന് നോക്കാം. ഇൻ അഡീഷൻ എന്ന് പറഞ്ഞാൽ കൂടാതെ. ഇൻ അഡീഷൻ ടു അറബിക് ഹി സ്പീക്സ് ഹിന്ദി എന്ന് പറഞ്ഞാൽ ഹിന്ദി കൂടാതെ അറബിക്ക് കൂടാതെ അവനെന്ത് ഹിന്ദിയും സംസാരിക്കും. ഹിന്ദി കൂടാതെ ഇൻ അഡീഷൻ. ഓക്കെ, ഇൻ അഡീഷൻ ടു ദിസ് കേസ് ദെയർ ആർ സോ മെനി അതർ കേസസ് എഗൻസ്റ്റ് ഹിം. ഒരു കള്ളനെ പറ്റിയുള്ള സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറയുകയാണ് ഇത് കൂടാതെ അവനെതിരെ ഒരുപാട് വേറെ കേസുകളുണ്ട്. നമ്മൾ കണ്ടിട്ടില്ല, ഇപ്പോൾ പോലീസുകാർ ഒരാളെ പൊക്കുന്നു, പറഞ്ഞു ഇതല്ലാതെ അവൻ്റെ മേലെ വേറെ 50 കേസുകളുണ്ടെന്നൊക്കെ പറയത്തില്ല, അത് തന്നെയാണ്. അതാണ് ഇൻ അഡീഷൻ എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിക്കുക, നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആണ്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് അതിനടുത്തുള്ള ബെൽ ഐക്കണിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇടുമ്പോഴും തന്നെ ലഭിക്കുന്നതാണ്. പിന്നെ മറ്റൊരു അപ്ഡേറ്റ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാനൊരു പുതിയ സെക്ഷൻ ആരംഭിച്ചിട്ടുണ്ട്. അതായത് എനിക്ക് ഒരുപാട് പേരുടെ റിക്വസ്റ്റ് കിട്ടിയായിരുന്നു, സാറേ ഇത് നമ്മൾ പഠിച്ചോ ഇല്ലയോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യും എന്നുള്ളത്. അതിന് വേണ്ടി ഞാൻ ഒരു എക്സാം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എൻ്റെ ഫേസ്ബുക്ക് പേജിൽ കിട്ടുന്നതാണ്. എൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷൻ്റെ, അതായത് ഈ വീഡിയോയുടെ താഴെ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, അവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് കിട്ടുന്നതാണ്, നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ, അതായത് ആ ഫേസ്ബുക്ക് ചെന്നാൽ ഒരു ലിങ്ക് കിട്ടുന്നതാണ്. ലിങ്ക് നോക്കിയാൽ നിങ്ങൾക്ക് എൻ്റെ പരീക്ഷകൾ അറ്റൻഡ് ചെയ്യാം. പരീക്ഷയിലെ മാർക്ക് അന്നേരം തന്നെ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ എന്തുകൊണ്ട് തെറ്റ് വരുത്തി, ഇതെന്തുകൊണ്ടാണ് ഇത് ശരി എന്നൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നതാണ്. വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ തന്നെ ഞാൻ വീഡിയോയുടെ ലിങ്കും കൊടുക്കുന്നതാണ്. നിങ്ങൾ ഏത് വീഡിയോ പഠിച്ചാൽ നിങ്ങൾക്ക് ഇത് ശരിയാക്കി ചെയ്യാമെന്നുള്ളത്. തീർച്ചയായിട്ടും അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തും. എന്ന് പറഞ്ഞാൽ അതിനുശേഷം, എന്നിട്ട്, അല്ലെങ്കിൽ പിന്നെ എന്നൊക്കെയാണ് എൻ്റെ അർത്ഥം. സി യു ദെൻ എന്ന് പറഞ്ഞാൽ പിന്നെ കാണാം എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, ഐ ഗെറ്റ് അപ്പ് അറ്റ് 5 o'clock എന്ന് പറഞ്ഞാൽ ഞാൻ 5 മണിക്ക് എഴുന്നേൽക്കാറുണ്ട് എന്നുള്ളതാണ്. എന്നും ചെയ്യുന്നൊരു കാര്യമായതുകൊണ്ടാണ് ഗെറ്റപ്പ് കൊടുത്തത്. ദെൻ ഐ ബ്രഷ് മൈ ടീത്ത്, അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യും, എൻ്റെ പല്ല് തേൽക്കാറുണ്ട്. ഓക്കെ,
ഐ വെൻറ്റ് ടു ലൈബ്രറി, ദെൻ ഐ ടുക്ക് എ ബുക്ക്, നമ്മളിപ്പോൾ പറയാണ് ദെൻ ഐ വെൻറ്റ് ടു എ കോഫി ഷോപ്പ്. അപ്പോൾ നമ്മൾ എന്താണ് ഇതിന് ശേഷം അതിന് ശേഷം എന്നൊക്കെ പറയാൻ വേണ്ടി എന്ത് ഉപയോഗിക്കാം? ദെൻ ഉപയോഗിക്കാം. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദെന്നിന് ഈ അർത്ഥം മാത്രമല്ല ഉള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ എന്നുള്ളൊരു അർത്ഥവും കൂടി ഉണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, വി വെർ കിഡ്സ് ദെൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ സമയത്ത് കുഞ്ഞു കുട്ടികളായിരുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ വി വെർ കിഡ്സ് ദെൻ. അതല്ലെങ്കിൽ ഐ വാസ് 19 ദെൻ. ഇപ്പം നമ്മളൊരു ഇൻസിഡൻറ്റിനെ പറ്റി സംസാരിക്കുകയാണ്, എന്നിട്ട് പറയണം ഞാൻ ആ സമയത്ത് എനിക്ക് അപ്പോഴെനിക്ക് എത്ര വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ? 19 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ഐ വാസ് അറ്റ് ഹോം ദെൻ, ഞാൻ വീട്ടിലായിരുന്നു അപ്പോൾ എന്നാണ് എൻ്റെ അർത്ഥം. ശ്രദ്ധിക്കുക. അടുത്തത് നമുക്ക് ശ്രദ്ധിക്കാം, ഇൻ ദ സെയിം വേ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ പ്ലീസ് ഡു ഇറ്റ് ഇൻ ദ സെയിം വേ, അതുപോലെ തന്നെ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരാളോട് പറയുകയാണ്, അപ്പം ഞാൻ കാണിച്ചു കൊടുത്ത ഒരാളെ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്നിട്ട് ഞാൻ അവനോട് പറയുകയാണ് പ്ലീസ് ഡു ഇറ്റ് ഇൻ ദ സെയിം വേ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ചെയ്യുക, അല്ലെങ്കിൽ അതുപോലെ തന്നെ ചെയ്യുക. ഓക്കെ, പ്ലീസ് കുക്ക് ഇറ്റ് ഇൻ ദ സെയിം വേ യു ഡിഡ് ലാസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? നീ നേരത്തെ കുക്ക് ചെയ്ത പോലെ തന്നെ കുക്ക് ചെയ്യുക. അതാണ് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു കറി തന്നെ ഒരാൾ വെച്ചാൽ പല ടേസ്റ്റായിട്ട് ചിലപ്പോൾ തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പ്ലീസ് കുക്ക് ഇറ്റ് ഇൻ ദ സെയിം വേ യു ഡിഡ് ലാസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ അവർ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ തന്നെ ചെയ്യുക. ഇവിടെ ഡിഡ് എന്നുള്ളത് എന്തായിട്ടാണ് വന്നത്? ഒരു വെർബായിട്ടാണ് വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ചെയ്യുക, ആ ചെയ്ത പോലെ എന്നുള്ളതിനാണ് അർത്ഥം. ശ്രദ്ധിക്കുക, നമ്മൾ പഠിച്ചതാണ്. നമുക്ക് മോർ ഓവർ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്ന് മാത്രമല്ല, അത് കൂടാതെ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇനി ഈ മോർ ഓവറിന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓൾസോ വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ആൻഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഉദാഹരണം ശ്രദ്ധിക്കുക. ഹീസ് യങ്, മോർ ഓവർ ഹീസ് ഇൻ്റലിജൻറ്റ് എന്ന് പറഞ്ഞാൽ അവൻ ചെറുപ്പമാണ്, അതുപോലെ തന്നെ എന്ന് മാത്രമല്ല അവൻ വളരെ ഇൻ്റലിജൻറ്റുമാണ് എന്നുള്ളതാണ്. അപ്പോഴതിന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓൾസോ വേണമെങ്കിലും ഉപയോഗിക്കാം. തീർച്ചയായിട്ടും ഹീസ് യങ്, ഓൾസോ ഈസ് ഇൻ്റലിജൻറ്റ്. അതുപോലെ തന്നെ ഹീസ് യങ് ആൻഡ് ഇൻ്റലിജൻറ്റ് എന്ന് പറഞ്ഞാലും മതിയാകും. ഫർദർ മോർ എന്ന് പറഞ്ഞാൽ കൂടാതെ, അതിന് പുറമെ. എക്സസൈസ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. ഫർദർ മോർ ഹെൽപ്സ് ടു ഗ്ലോ യുവർ സ്കിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സസൈസ് വളരെ നല്ലത്. അതിന് പുറമെ എന്താണ്? അത് നമ്മളെ എന്തിനു സഹായിക്കും? ഈ സ്കിന്ന്, നമ്മുടെ തൊലിയൊക്കെ നന്നായിട്ട് ഗ്ലോ ചെയ്യാൻ എന്ത് സഹായിക്കും? എക്സസൈസ് സഹായിക്കും എന്നാണ് പറയുന്നത്. ഓൾസോ എന്ന് വേണമെങ്കിലും നമുക്ക് എന്തിനു പകരമായിട്ട് ഉപയോഗിക്കാം? ഈ ഫർദർ മോറിന് പകരമായിട്ട് എന്ത് ഉപയോഗിക്കാം? ഓൾസോ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനിയിപ്പോൾ ടേക്കിംഗ് ലീവ് എവറി ഡേ വിൽ എഫക്റ്റ് യുവർ സാലറി. ഫർദർ മോർ ദേ വിൽ ഡിസ്മിസ് യു ഫ്രം ദ കമ്പനി. അപ്പോഴെന്താണ് പറയുന്നത്? നീ എന്ന് ലീവ് എടുത്താൽ എന്താണ്? നിൻ്റെ സാലറി അത് അഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ, അല്ലെങ്കിൽ അത് കൂടാതെ അതിന് പുറമെ ദേ വിൽ ഡിസ്മിസ് യു, അവരെന്ത് ചെയ്യും? നിൻ്റെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓൾസോ വേണമെങ്കിലും അവിടെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ദേ വിൽ ഡിസ്മിസ് യു ഫ്രം ദ കമ്പനി എന്നതിന് പകരം യു വിൽ ലൂസ് ദ ജോബ് എന്ന് വേണം നമുക്ക് തീർച്ചയായിട്ടും പറയാവുന്നതാണ്. ഇൻസ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഡിസ്പൈറ്റ്, എന്നിട്ടും, അങ്ങനെയാണെങ്കിലും എന്താണ് എൻ്റെ അർത്ഥം? ഇനിയിപ്പോൾ ഈ ഡിസ്പൈറ്റിൻ്റെ കൂടെ ഓഫ് ചേർക്കാറില്ല. ഇൻസ്പൈറ്റ് ഓഫ് എന്ന് പറയാം, പക്ഷേ ഡിസ്പൈറ്റ് ഓഫ് എന്ന് പറയാറില്ല. ഓക്കെ, വി ഹാഡ് എ ഗ്രേറ്റ് ടൈം ഇൻസ്പൈറ്റ് ഓഫ് ദ റെയിൻ. നല്ല ഒരു സമയമായിരുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സംസാരിച്ചതിനെ പറ്റിയൊക്കെയാണ് ഹാഡ് എ ഗ്രേറ്റ് ടൈം എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഒരു ടൂർ പ്രോഗ്രാമിന് പോയി വി ഹാഡ് എ ഗ്രേറ്റ് ടൈം എന്നൊക്കെ നമുക്ക് പറയാവുന്നതാണ്. ഞങ്ങൾക്ക് നല്ലൊരു സമയമായിരുന്നു, ഞങ്ങൾ നന്നായിട്ട് ആസ്വദിച്ചെന്നൊക്കെയാണ് എൻ്റെ അർത്ഥം. ഇനി വി ഹാഡ് എ ഗ്രേറ്റ് ടൈം ഇൻസ്പൈറ്റ് ഓഫ് ദ റെയിൻ. ഇൻസ്പൈറ്റ് ഓഫ് ദ റെയിൻ എന്ന് പറഞ്ഞാൽ മഴയായിരുന്നെങ്കിൽ പോലും, എന്നിട്ടും, അല്ലെങ്കിൽ മഴയായിരുന്നിട്ട് പോലും എന്തായിരുന്നു? വളരെ നല്ല ഒരു സമയമായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ നന്നായിട്ട് ആസ്വദിച്ചു എന്നാണ് എൻ്റെ അർത്ഥം. വി ഹാഡ് എ ഗ്രേറ്റ് ടൈം ഡിസ്പൈറ്റ് ദ റെയിൻ എന്ന് പറഞ്ഞാലും മതി. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാവുന്നതാണ് ഡിസ്പൈറ്റ് ഓൾ ഹിസ് വെൽത്ത് ഹീ ഈസ് സ്റ്റിഞ്ചി. അപ്പോൾ അതിന് ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ പോലും, എന്നിട്ടും, അങ്ങനെ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ പോലും ഈ സ്റ്റിഞ്ചി എന്ന് പറഞ്ഞാൽ നമുക്ക് വേറൊരു വാക്ക് പറയാം, മൈസർ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ പിശുക്കൻ എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, ഈ റിഫ്യൂസ് ടു ക്വിറ്റ് ഡിസ്പൈറ്റ് മെനി ഒബ്സ്റ്റിക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവന്
എന്താണ് ക്വിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പുറത്തു പോവുക അല്ലെങ്കിൽ നിർത്തുക എന്നൊക്കെയാണ്. നിർത്താൻ അവൻ തയ്യാറായില്ല. ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ട് പോലും അവൻ നിർത്താൻ തയ്യാറായില്ല. ഓക്കെ, ഹി റിഫ്യൂസ് ടു ക്വിറ്റ് ഡിസ്പൈറ്റ് മെനി ഒബ്സ്റ്റക്കിൾസ്. ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിട്ടും അവൻ നിർത്താൻ തയ്യാറായില്ല. അപ്പം നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്ന ഈ യാത്രയിൽ ഇതൊരു വലിയ യാത്രയാണ്. നമ്മൾ ആസ്വദിച്ച് പോകേണ്ട ഒരു യാത്രയാണ്. ഇതിന് അന്ത്യമൊന്നുമില്ല. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഞാൻ ഇംഗ്ലീഷ് പഠിച്ചതിന് ശേഷം മൊത്തത്തിൽ പഠിച്ചതിന് ശേഷം സംസാരിക്കാമെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു യാത്രയാണ്. പക്ഷേ ഈ യാത്രയിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ കണ്ടാണ് പോകുന്നത്. ആ സ്ഥലങ്ങൾ എന്തൊക്കെയാണ്? ഈ പുതിയ പുതിയ പഠനങ്ങളാണ്. പക്ഷേ എന്താണ്, നമ്മൾ ഓരോ സ്ഥലം തുടക്കം മുതൽ നമ്മൾ ആസ്വദിച്ച് പോകണം. അതല്ലെങ്കിൽ നമ്മൾ ഇന്നതാണ് ഇതിൻ്റെ അവസാനം എന്നോർത്ത് നമ്മൾ പഠിച്ചു പോയാൽ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് പഠിക്കാൻ പറ്റില്ല. കാരണം എന്താണ്, നമ്മൾ ഏറ്റവും അവസാനം എല്ലാം ചെയ്ത് കഴിഞ്ഞ് നമ്മൾ സംസാരിക്കാമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും സാധിക്കത്തില്ല. അതൊരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക, കോൺഫിഡൻ്റ് ആയിട്ട് നമ്മളിരിക്കുക. ഇനി ഇൻ ഷോർട്ട് എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ അല്ലെങ്കിൽ ചുരുക്കിൽ പറഞ്ഞാൽ എന്നാണ് എൻ്റെ അർത്ഥം. മൈ പ്രോജക്റ്റ് ഇൻ ഷോർട്ട് വാസ് എ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രൊജക്റ്റ് മൊത്തത്തിൽ ചുരുക്കി പറഞ്ഞാൽ അതൊരു ഫെയിലിയർ ആയിരുന്നു, അതൊരു പരാജയമായിരുന്നു. ഓക്കെ, ഇൻ ഷോർട്ട് ഐ ഡിഡ്ന്റ് ടേക്ക് എനി മണി ഇൻ ദാറ്റ് ജോബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഒരു പൈസ പോലും ഉണ്ടാക്കിയില്ല ആ ജോലിയിൽ. ഫങ്ഷൻ വാസ് റിയലി ബോറിങ് എന്ന് പറഞ്ഞാൽ ഫങ്ഷൻ വളരെ ബോറിംഗ് ആയിരുന്നു. ഇൻ ഷോർട്ട് എ വേസ്റ്റ് ഓഫ് ടൈം. ചുരുക്കി പറഞ്ഞാൽ എന്താണ്? അത് ഒരു ടൈം വേസ്റ്റ് ആയിരുന്നു എന്ന് നമ്മളാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഓക്കെ, എക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒഴികെ എന്നാണ് എൻ്റെ അർത്ഥം. എവ്രി വൺ എക്സെപ്റ്റ് ടോം ലെഫ്റ്റ് ഫോർ ദ ഡേ എന്ന് പറഞ്ഞാൽ എന്താണ്? ടോം ഒഴികെ എല്ലാവരും പോയി എന്നുള്ളതാണ്. ലെഫ്റ്റ് ഫോർ ദ ഡേ എന്ന് പറഞ്ഞാൽ പോയി എന്നുള്ളതാണ്. അതായത് ഓഫീസിൽ നിന്ന് പോയി എന്നായിരിക്കും അതിൻ്റെ മെയിനായിട്ട് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അതല്ല, ഒരു ഫംഗ്ഷൻ ആണെങ്കിലും നമ്മൾക്ക് തീർച്ചയായിട്ടും പറയാവുന്നതാണ്. ഹി വർക്ക്സ് എവ്രി ഡേ. അവൻ എല്ലാ ദിവസവും ജോലി ചെയ്യും. എക്സെപ്റ്റ് സൺഡേ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ഒഴികെ അവൻ എല്ലാ ദിവസവും ജോലി ചെയ്യും. ഓക്കെ, നോ വൺ കെയിം യെസ്റ്റർഡേ എക്സെപ്റ്റ് വിൻസെൻറ്റ് ആൻഡ് റീനു എന്ന് പറഞ്ഞാൽ എന്താണ്? ആരും വന്നില്ല ഇന്നലെ. ആരൊക്കെ ഒഴികെ? വിൻസെൻറ്റും റീനുവും ഒഴികെ വേറെ ആരും വന്നില്ല എന്നാണ് എൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ മാത്രമേ വന്നുള്ളൂ എന്നാണ് എൻ്റെ അർത്ഥം. ഇൻ കേസ് ഓഫ് അപ്രകാരമാണെങ്കിൽ എന്നാണ്. ഇൻ കേസ് ഓഫ് എമർജൻസി എന്ന് പറഞ്ഞാൽ എമർജൻസി, നിങ്ങൾക്കൊരു അത്യാവശ്യം വരികയാണെങ്കിൽ പ്ലീസ് കോൾ ടു ദിസ് നമ്പർ എന്ന് പറഞ്ഞാൽ ഈ നമ്പറിൽ നിങ്ങൾ വിളിക്കുക. അപ്പോൾ നമ്മളിതൊക്കെ നമ്മൾ പല സ്ഥലങ്ങളിലും കാണാം. ഇൻ കേസ് ഓഫ് എമർജൻസി പ്ലീസ് കോൾ ദ പോലീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായാൽ എന്ത് ചെയ്യണം? പോലീസിനെ വിളിക്കുക. ഓക്കെ, ഇൻ കേസ് ഓഫ് ബ്രേക്ക് ഡൗൺ പ്ലീസ് പ്രസ് ദിസ് ബട്ടൺ. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങളിത് കണ്ടിട്ടുള്ളതാണ്. ഞാൻ അതിനാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ലിഫ്റ്റിൽ നിങ്ങൾ കണ്ടിട്ടുള്ളത്. ലിഫ്റ്റിലൊക്കെ നമ്മൾ കയറുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അവിടെയൊക്കെ എന്താണ് എഴുതി വെച്ചിരിക്കുന്നതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇൻ കേസ് ഓഫ് എമർജൻസി അല്ലെങ്കിൽ ഇൻ കേസ് ഓഫ് ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കേടാകുന്നതിനാണ് ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. ഇൻ കേസ് ഓഫ് ബ്രേക്ക് ഡൗൺ പ്ലീസ് പ്രസ് ദിസ് ബട്ടൺ. ഡ്യൂറിങ് എന്ന് പറഞ്ഞാൽ ഇടയിൽ, ആ സമയത്ത്, ആ കാലത്തിൽ എന്നൊക്കെയാണ് എൻ്റെ അർത്ഥം. ഓക്കെ, രാഹുൽ സ്ലീപ്സ് ഡ്യൂറിങ് ദ ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലാസ്സിൻ്റെ സമയത്ത് രാഹുൽ ഉറങ്ങാറുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, ഇത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഇവിടെ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിച്ചത്. ഓക്കെ, ഐ ഹാഡ് എ ഗുഡ് ടൈം ഡ്യൂറിങ് ദ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഞാൻ നന്നായിട്ട് ആസ്വദിച്ചു. അതായത് ഞാൻ മുമ്പേ പറഞ്ഞത് തന്നെ, ഐ ഹാഡ് എ ഗുഡ് ടൈം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ആസ്വദിച്ചു. ഡ്യൂറിങ് ദ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രിപ്പിൻ്റെ സമയത്ത് ഞാൻ നന്നായി ആസ്വദിച്ചു. ഓക്കെ, ടോം ചേഞ്ചസ് ചാനൽ ഡ്യൂറിങ് കൊമേഴ്ഷ്യൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോമിൻ്റെ ഒരു പരിപാടി എന്താണ്? അവനിങ്ങനെ ഈ കൊമേഴ്ഷ്യൽസ് എന്ന് പറഞ്ഞാൽ പരസ്യം വരുമ്പോൾ എന്ത് ചെയ്യും? അവൻ ഈ ചാനൽ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അവൻ്റെ ഒരു സ്വഭാവം അത്. അതുകൊണ്ടാണ് എന്താ പറഞ്ഞ ചേഞ്ചസ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു സ്വഭാവമായിട്ടാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ദിസ് പ്ലേസ് വാസ് ബിൽറ്റ് ഡ്യൂറിങ് ദ ടൈം ഓഫ് കിങ് എഡ്വേർഡ്. കിങ് എഡ്വേർഡിൻ്റെ സമയത്താണ് എന്ത് ഉപയോഗിച്ചത്? ദിസ് പാലസ്, ഈ പാലസ് ഉണ്ടാക്കിയതെന്നാണ് പറയുന്നത്. ഓക്കെ, ലൈറ്റ്നിങ് ക്യാൻ ഒക്യൂർ ഡ്യൂറിങ് ദ സ്റ്റോം. അപ്പോൾ കൊടുങ്കാറ്റിൻ്റെയൊക്കെ സമയത്ത് എന്ത് സംഭവിക്കാം? ലൈറ്റ്നിങ് എന്ന് പറഞ്ഞാൽ ഇടിമിന്നൽ ഉണ്ടാകാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ സെക്ഷൻ മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങളുടെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഫേസ്ബുക്കിൽ ഞാൻ പുതുതായിട്ട് തുടങ്ങിയിരിക്കുന്ന പരീക്ഷകൾ അത് അറ്റൻഡ് ചെയ്യുക. എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്, അത് ഏതാണ് ലിങ്ക് എന്നുള്ളത് താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോവുക. തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.